നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. 1444 പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായുള്ള പിടിക്കപ്പറമ്പ് പൂരം പത്രിക പുറത്തിറക്കി. ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത പൂരം പത്രിക പ്രകാശന കർമ്മം നിർവഹിച്ചു. പൂരകം സർവീസ് സഹകരണ ബാങ്കിന്റെ നിർമ്മാണം പൂർത്തിയായ ഹെൽത്ത് കോംപ്ലക്സിന്റെ സമർപ്പണം തിങ്കളാഴ്ച വൈകിട്ട് 5-ന് നടക്കും. കെ രാധാകൃഷ്ണൻ MP ഹെൽത്ത് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വർഷത്തെ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. 1444 പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായുള്ള പിടിക്കപ്പറമ്പ് പൂരം പത്രിക പുറത്തിറക്കി. ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത പൂരം പത്രിക പ്രകാശന കർമ്മം നിർവഹിച്ചു. പെരുവനം കുട്ടന്മാരാർ പൂരം പത്രിക ഏറ്റുവാങ്ങി. പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പ്രകാശ് കടവിൽ അധ്യക്ഷനായി. തിരുവഞ്ചിക്കുളം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം ഓഫീസർ M സുധീർ, വല്ലിച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ പ്രകാശൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശങ്കർ, രാജേഷ്, ലത, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, പൂരാഘോഷ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി മനോജ് കടവിൽ, പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി വത്സൻ മൂർക്കത്ത്, പൂരാഘോഷ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KN അനിൽ, ട്രഷറർ KV അനിലൻ, പെരുവനം ആറാട്ടുപുഴ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ, പൂരം ഹെറിറ്റേജ് കമ്മിറ്റി ഭാരവാഹികൾ, പൂരം കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ, ഘടകക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, പ്രമുഖ കലാസാംസ്കാരിക പ്രതിഭകൾ എന്നിവർ പൂരം പത്രിക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. ഊരകം സർവീസ് സഹകരണ ബാങ്കിന്റെ നിർമ്മാണം പൂർത്തിയായ ഹെൽത്ത് കോംപ്ലക്സിന്റെ സമർപ്പണം തിങ്കളാഴ്ച വൈകിട്ട് 5-ന് നടക്കും. കെ രാധാകൃഷ്ണൻ MP ഹെൽത്ത് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1946-ലാണ് ഊരകം സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. ആധുനിക ബാങ്കിംഗ് സൗകര്യങ്ങൾ ഇടപാടുകാർക്ക് നൽകുന്നതിന് പുറമെ ധാരാളം ബാങ്കിംഗ് ഇതര പ്രവർത്തനങ്ങളും നടത്തിവരികയാണ് സ്ഥാപനം. ICDP ധനസഹായത്തോടെയും സഹകരണ വകുപ്പിന്റെ സഹകരണത്തോടെയുമാണ് ഹെൽത്ത് കോംപ്ലക്സ് നിർമ്മിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 5-ന് നടക്കുന്ന ചടങ്ങിൽ ഊരകം സഹകരണ ബാങ്ക് പ്രസിഡന്റ് സിബിൻ T ചന്ദ്രൻ അധ്യക്ഷനാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ആദര സമർപ്പണം നിർവഹിക്കും. സഹകരണ സംഘം തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ജൂബി D കുര്യാക്കോസ് കിഡ്സ് നെസ്റ്റ് ആദ്യ നിക്ഷേപം സ്വീകരിക്കും. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് എന്നിവർ മുഖ്യാതിഥികളാകും. ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമാരെ ചടങ്ങിൽ ആദരിക്കും. നീതി പോളിക്ലിനിക്, നീതി ലാബ്, നീതി ഫാർമസി അടക്കം വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉടൻ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഊരകം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സിബിൻ D ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുലജ സദൻ, ഭരണസമിതി അംഗങ്ങളായ AV കിഷോർ, KM ശശി, ഡിബിൻ മഞ്ഞളി, K അഭിലാഷ്, സെക്രട്ടറി ഇൻചാർജ് AS അൻവർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ ഈ കെട്ടിടം വളരെ ബലമുള്ളതും മനോഹരവുമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് കേവലം കെട്ടിടം മാത്രമായി പോവുകയല്ല. ഈ കെട്ടിടം ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ഹെൽത്ത് കോംപ്ലക്സ് കെട്ടിടത്തിൽ ബാങ്കിൻ്റേതായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ ഒരു കാൽവെപ്പ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. നമുക്കറിയാം, വളരെ അധികം ചൂഷണങ്ങൾ ജനങ്ങൾ നേരിടുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. അവിടെ വളരെ സുതാര്യവും വളരെ കൃത്യവുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾക്ക് എല്ലാ മികച്ച രീതിയിലുള്ള ചികിത്സയും ലഭ്യമാക്കുക എന്നുള്ളതിൻ്റെ പ്രാരംഭഘട്ടം എന്ന നിലയ്ക്കാണ് നമ്മുടെ ഊരകം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഹെൽത്ത് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആലത്തൂർ MP ശ്രീ K രാധാകൃഷ്ണൻ അവർകളാണ് നിർവഹിക്കുന്നത്. നാളെ
തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്കാണ് ഉദ്ഘാടനം ഫംഗ്ഷൻ. അതിനു മുൻപ് 4 മണി തൊട്ട് കണ്ണൂർ വോയിസ് അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ പ്രോഗ്രാമും ഉണ്ടായിരിക്കുന്നതാണ്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വർഷത്തെ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സെബി ജോസഫ് പെല്ലിശ്ശേരി അധ്യക്ഷനായി. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാ പ്രകാശൻ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മിനി വിനയൻ, അഡ്വക്കേറ്റ് ലീന ജോസ്, ചെയർമാൻ PM ഭരതൻ, ബ്ലോക്ക് സെക്രട്ടറി CM അനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KB പ്രജിത്ത്, ജൂബി മാത്യു, പ്രദീപ് പാണപ്പറമ്പിൽ, രശ്മി ബൈജു, സുകന്യ ജനീഷ്, രാജേഷ് വല്ലച്ചിറ, TN ജയശങ്കർ, ലത ഗോപിനാഥ്, സിനി പ്രദീപ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് തലത്തിൽ മൊബൈൽ പ്രിന്റോറിയം, വേസ്റ്റ് വലിച്ചെറിയൽ ക്യാമറ സ്ഥാപിക്കുക. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പകൽ വീട് പദ്ധതി, വയോജനങ്ങൾക്ക് മരുന്ന് വിതരണം, പുതിയ അംഗനവാടികൾക്ക്, അതായത് 16, 7, 6 വാർഡുകളുടെ നിലവിലുള്ള അംഗനവാടികളുടെ മെയിൻ്റനൻസ്, പാലിശ്ശേരി ശാന്താമറിയം വാട്ടർ പമ്പിംഗ്, ആറാട്ടുപുഴ വാട്ടർ പ്ലാന്റിലെ പഴയ മോട്ടോർ 150 HP മാറ്റി 200 HP ആക്കൽ, SC വിഭാഗങ്ങൾക്ക് സ്കോളർഷിപ്പ് അനുവദിക്കൽ, ഭവന പുനരുദ്ധാരണ പദ്ധതികൾ, ലാപ്ടോപ്പ് ഉത്സവായു പ്രൊജക്ട്, കുളങ്ങൾ നവീകരണ പദ്ധതി, ആറാട്ടുപുഴ ക്ഷേത്ര പരിസരത്ത് സാംസ്കാരിക നിലയം, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രിന്റോറിയം, ക്യാൻസർ രോഗികൾക്ക് ധനസഹായം, വാർഡ് 11 പറപ്പക്കടവ് പകൽ വീട് പ്രവർത്തനം ശാക്തീകരിക്കൽ, എല്ലാ വാർഡുകളിലും സ്ഥാപിക്കൽ, ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം, ബഡ്സ് സ്കൂളിന്റെ ഭൗതിക സൗകര്യം വർദ്ധിപ്പിക്കൽ, ആവശ്യമായ അധ്യാപകരെ നിയമിക്കൽ, നിർദ്ധരായിട്ടുള്ള ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം, വയോജനങ്ങൾക്ക് ഉല്ലാസയാത്രയ്ക്ക് ഫണ്ട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ 2026-27 വർഷത്തിൽ 16,67,00,000 രൂപ വരുന്ന പദ്ധതികൾ വികസന സെമിനാറിൽ അംഗീകരിച്ചു. 123 പദ്ധതികളാണ് വികസന സെമിനാറിൽ അംഗീകരിച്ചത്. ചേർപ്പ് ഭോജനശാലയിൽ ശനിയാഴ്ചയാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ രംഗത്തെ ഏറ്റവും മാതൃകാപരമായി ജനാധിപത്യത്തിന്റെ ഏറ്റവും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇത്തരത്തിലുള്ള വികസന സെമിനാറുകൾ. ഇന്ന് കേരളത്തിലെമ്പാടും പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാറുകൾ സംഘടിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാരണം ഓരോ പ്രദേശത്തെയും വ്യക്തികൾക്ക് തങ്ങളുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അവരുടെ കാഴ്ചപ്പാട് പറയുവാൻ, ആ കാഴ്ചപ്പാട് അധികാരികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ, ആശയം പങ്കുവയ്ക്കാനുള്ള അവസരമായി നാട് ഇതിനെ ഏറ്റെടുക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ആൾക്ക് ഒരുപാട് ആശയം ഉണ്ടായിരിക്കും, ഒരുപാട് കാഴ്ചപ്പാടുണ്ടായിരിക്കും. മുഴുവൻ ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല. അതിന് അതിൻ്റെതായ സാങ്കേതികമായ തടസ്സങ്ങളും പ്രായോഗിക പ്രശ്നങ്ങളും നമ്മളെല്ലാവർക്കും അറിയുന്നത്. പക്ഷേ നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കാൻ, അല്ലെ ആശയങ്ങൾ കേൾക്കാൻ, അത് ഏറ്റെടുക്കാൻ, അത് ചിലതെങ്കിലും നടപ്പാക്കുവാനായി ആളുകൾ രംഗത്ത് വരിക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ തന്നെ ഏറ്റവും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കാഴ്ചകളാണ്. അത്തരം ജനാധിപത്യത്തിന്റെ സൗന്ദര്യം തന്നെയാണ് വികസന സദസ്സുകൾ എന്ന കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. കാരണം വാർഡ് സഭകളും വർക്കിംഗ് ഗ്രൂപ്പിന്റെ ചർച്ച, ഇന്ന് കരട് പദ്ധതി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. ഇന്ന് ആ പദ്ധതിയിൽ നമുക്ക് എല്ലാവർക്കും ഭേദഗതി നിർദ്ദേശിക്കാം. എന്റെ അറിവിൽ 27-ാം തീയതി ജില്ലാ വികസന സമിതി യോഗം ചേരുന്നത്. കോർപ്പറേഷൻ യോഗത്തിന്റെ അന്നേക്ക് തന്നെ എല്ലാ പദ്ധതികളും എൻ്റർ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതി നമ്മുടെ ചേർപ്പ് പഞ്ചായത്തിന് വേണ്ടി 50 ലക്ഷം രൂപ നമുക്ക് തന്ന് സഹായിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ നമ്മുടെ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറോട് ആവശ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, അടുത്ത ബഡ്ജറ്റിൽ 1 കോടി രൂപ ഞങ്ങൾക്ക് തരണം. ബഹുമാനെ പ്രസാദം കേൾക്കണം, 1 കോടി രൂപ നമുക്ക് തരണം. എന്നുവെച്ചാൽ ഇവിടെ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഗുരുവായൂർ അമൃത പദ്ധതി, തൃശ്ശൂർ കോർപ്പറേഷനിലേക്കൊക്കെ കുടിവെള്ളം ഇവിടെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ചേർപ്പ് പഞ്ചായത്തിന് തനതായ ഒരു പദ്ധതി ഇല്ല. അത് ഈ വർഷമോ അടുത്ത വർഷമോ നമുക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ ചെയ്തു തരണമെന്ന് ഈ നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തി ഞാൻ നമ്മുടെ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയറോട് ആവശ്യപ്പെടുകയാണ്.
പുതിയ ഭരണസമിതിയുടെ ആദ്യ വാർഷിക പദ്ധതിയിൽ സമൂഹത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികൾ പരമാവധി ഉൾപ്പെടുത്തിയതായി സിജോ ജോർജ് പറഞ്ഞു. ഗാന്ധി സ്മാരകം, മഹാത്മാ മൈതാനത്തിന്റെ നവീകരണം, കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള പദ്ധതി, ഭവന നിർമ്മാണം, MCF സ്ഥാപിക്കൽ, മിനി മാസ് ലൈറ്റ്, തെരുവുനായ നിയന്ത്രണം എന്നിങ്ങനെ വിവിധ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 16,67,00,000 രൂപ അടങ്കൽ വരുന്ന പദ്ധതികൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സിദ്ധാർത്ഥൻ അവതരിപ്പിച്ചു. പാർപ്പിട മേഖലയ്ക്കായി 1,18,00,000 രൂപയും ഉൽപാദന മേഖലയ്ക്ക് 1.7 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ ആമീർ, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യാ രമേശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AA ക്രിസ്റ്റീന, ചെയർമാൻ M സുജിത് കുമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി AV മുംതാസ്, നിർവഹണ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ ചെയർപേഴ്സൺ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ വികസന സെമിനാറിൽ പങ്കെടുത്തു. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ സമർപ്പണത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു. CC മുകുന്ദൻ MLA പ്രത്യേക ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 18 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. നടൻ ജയരാജ് വാര്യർ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കവയത്രി KR ദർശന അധ്യക്ഷയായി. CH ദിരാർ, പന്തളം N സജിത് കുമാർ, TK ബിജുകുമാർ, കലാസാംസ്കാരിക കമ്മിറ്റി കൺവീനർ PB സുധീർ, സ്വീകരണ കമ്മിറ്റി കൺവീനർ സജീവൻ മുളങ്ങിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് റീന മുരളി, മനോജ് എന്നിവർ നയിച്ച മധുരഗീതങ്ങൾ ആസ്വാദകരിൽ ഗൃഹാതുരത്വം ഉണർത്തുന്നതായി. തൃശൂർ നടത്തറ റോഡിൽ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ മിന്നൽ പരിശോധനയിൽ അമിത ഭാരം കയറ്റിയ 5 ടിപ്പർ ലോറികൾ പിടികൂടി. തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് മിന്നൽ പരിശോധന നടത്തിയത്. അമിതഭാരം കയറ്റിയ 5 ടിപ്പർ ലോറികളുടെ ഉടമകളിൽ നിന്ന് 2,05,000 രൂപ പിഴ ഈടാക്കി. 5 ടിപ്പർ ലോറികളുടെയും ഡ്രൈവർമാരുടെ ലൈസൻസും 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. വെള്ളിക്കുളങ്ങര സ്വദേശികളായ KV ആദർശ, ജിഷ്ണു, ഇടുക്കി സ്വദേശി ജിഷ്ണു സുരൻ, തൃക്കൂർ സ്വദേശി ബിനോയ്, തൊട്ടിപ്പാൾ സ്വദേശി ദയാനന്ദ് എന്നിവരുടെ ലൈസൻസാണ് 1 മാസത്തേക്ക് റദ്ദാക്കിയത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ R സുജിത, CS അമൽ എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ചേറ്റുവ പാലത്തിൽ അപകട ഭീഷണിയായി മണൽ കൂന. പുഴയിൽ നിന്ന് ഡ്രഡ് ചെയ്തെടുത്ത മണൽ ലോറിയിൽ മാറ്റുന്നതിനിടെ ചോർന്നാണ് പാലത്തിൽ കുമിഞ്ഞുകൂടുന്നത്. വാഹനയാത്രികർക്ക്, പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അപകടക്കെണിയാവുകയാണ് ചേറ്റുവ പാലത്തിൽ കുമിഞ്ഞുകൂടുന്ന മണൽ. ചേറ്റുവ പുഴയിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്തെടുത്ത മണൽ വലിയ ലോറികളിലാണ് ഇവിടെ നിന്ന് മാറ്റുന്നത്. ഇതിനിടെ ലോറികളിൽ നിന്ന് വലിയ തോതിലാണ് മണൽ ചോർന്നു പോകുന്നത്. ഇത്തരത്തിൽ ചേറ്റുവ പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി കെട്ടിക്കിടക്കുകയാണ് മണൽ. ഇത് ഇരുചക്രവാഹന യാത്രികർ ഉൾപ്പെടെയുള്ളവർക്ക് അപകട ഭീഷണി ഉയർത്തുകയാണ്. പാലത്തിന്റെ കുഴികളിൽ വീഴാതിരിക്കാൻ ഇരുചക്ര വാഹനങ്ങൾ പൊടുന്നനെ വെട്ടിത്തിരിക്കുമ്പോൾ മണൽക്കൂനയിൽപ്പെട്ട ടയർ വഴുതി തെന്നിവീഴുന്ന സാഹചര്യമാണുള്ളത്. കൂടാതെ പാലത്തിലെ നടപ്പാത പല ഭാഗങ്ങളിലും തകർന്നതിനാൽ കാൽനടയാത്രക്കാർ റോഡിലേക്ക് ഇറങ്ങി നടക്കുന്നതും അപകടത്തിന് ഇടവരുത്തുന്നു. ലോറികളിൽ നിന്ന് ചോർന്നു വീഴുന്ന മണൽ വേനലിൽ ശക്തമായ പൊടിശല്യവും സൃഷ്ടിക്കുന്നുണ്ട്. ചേറ്റുവ മുതൽ ഏങ്ങണ്ടിയൂർ ആശാൻ റോഡ് വരെ പ്രദേശത്ത് പൊടിശല്യം രൂക്ഷമാണ്. വിദ്യാർത്ഥികൾ, കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾക്കൊപ്പം വാഹനയാത്രികരും ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അടിയന്തരമായി റോഡിന്റെ ഇരുവശങ്ങളിലും ചേറ്റുവ പാലത്തിലുമായി കുമിഞ്ഞുകൂടി കിടക്കുന്ന മണൽ അടിയന്തരമായി നീക്കം ചെയ്യേണ്ടതുണ്ട്. കെട്ടിക്കിടക്കുന്ന മണൽക്കൂന നീക്കം ചെയ്യുന്നതിനൊപ്പം കുഴികളടച്ച നടപ്പാതകളിലെ തകർന്ന സ്ലാബുകൾ മാറ്റി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു. കെട്ടിക്കിടക്കുന്ന മണൽക്കൂന പൊതുജനങ്ങൾക്ക് സൃഷ്ടിച്ച യാത്രാ ദുരിതങ്ങൾ കാണിച്ച് ലത്തീഫ് കെട്ടുമൽ തൃശൂർ ജില്ലാ കലക്ടർക്ക് പരാതിയും സമർപ്പിച്ചിരിക്കുകയാണ്. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF കൂരിക്കുഴി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജീരകക്കഞ്ഞി വിതരണം ആരംഭിച്ചു. വോയിസ് ഓഫ് കൂരിക്കുഴിയുടെ സഹകരണത്തോടെയാണ് ജീരകക്കഞ്ഞി വിതരണം ചെയ്യുന്നത്. കൂരിക്കുഴി കമ്പനിക്കടവിൽ നടന്ന ചടങ്ങിൽ കൂരിക്കുഴി മഹല്ല ഖത്തീബ് സയ്യിദ് ജാഫർ സാദിഖ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് സെക്രട്ടറി NS നസീർ അധ്യക്ഷനായി. അബ്ദുൽ സമദ് മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിച്ചു. ഷക്കീർ ഇബ്രാഹിം, KK ഹംസ, KB ഇക്ബാൽ, MM ബഷീർ, മുഹമ്മദ് ആദംസ്, മനാഫ് കൂരിക്കുഴി എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി പടിഞ്ഞാറെ വെമ്പല്ലൂരിലെ MES അസ്മാബി കോളേജിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. ഫിഷറീസ് വകുപ്പും കേരള നോളജ് ഇക്കോണമി മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന തൊഴിൽ തീരം പദ്ധതിയുടെ ഭാഗമായാണ് തൊഴിൽമേള ഒരുക്കിയത്.
മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ അഭ്യസ്ത വിദ്യരെ നൈപുണ്യ പരിശീലനം നൽകി വിജ്ഞാന തൊഴിലുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്. 3 മേഖലാ തൊഴിൽമേളകളാണ് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. MES അസ്മാബി കോളേജിൽ നടന്ന തൊഴിൽമേള ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ അധ്യക്ഷയായി. ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ആശ അഗസ്റ്റിൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ C സീമ, മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജോയിന്റ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ CBIB, വിജ്ഞാന കേരളം DMC ജ്യോതിഷ് കുമാർ, അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K സമീന, ചെയർമാൻ അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത്, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഡോക്ടർ PS ശിവപ്രസാദ്, PD ലിസി, മറ്റുദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. MES അസ്മാബി കോളേജിൽ നടന്ന തൊഴിൽമേളയിൽ തൃശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിലന്വേഷകർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,600 രൂപ, പവന് 1,16,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. 1444 പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായുള്ള പിടിക്കപ്പറമ്പ് പൂരം പത്രിക പുറത്തിറക്കി. ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത പൂരം പത്രിക പ്രകാശന കർമ്മം നിർവഹിച്ചു. ഊരകം സർവീസ് സഹകരണ ബാങ്കിന്റെ നിർമ്മാണം പൂർത്തിയായ ഹെൽത്ത് കോംപ്ലക്സിന്റെ സമർപ്പണം തിങ്കളാഴ്ച വൈകിട്ട് 5-ന് നടക്കും. K രാധാകൃഷ്ണൻ MP ഹെൽത്ത് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വർഷത്തെ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.